ഇന്ന് ഞാനൊരു വിനോദയാത്രയ്ക്ക് ഒരുങ്ങാണ്. നാളെ രാവിലെ 3 മണിക്ക് നിലമ്പൂരിൽ തുടങ്ങുന്ന യാത്ര. KSRTCയിലാണ് യാത്ര. എൻ്റെ KSRTCയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ പലപ്പോഴും എന്നെ ക്ഷണിച്ചിരുന്നു. എൻ്റെ ലീവിനും എൻ്റെ ഡ്യൂട്ടിക്കും തടസ്സം വരാത്ത രീതിയിൽ ഒരു ദിവസം ടൂറ് എന്നുള്ളൊരു പ്ലാൻ, അതിനുള്ള ഒരു അവസരം വന്നത് ഇപ്പോഴാണ്. തീർച്ചയായിട്ടും KSRTCയിൽ നമ്മൾ ഒരുപാട് ബസ് യാത്രകൾ ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പം വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് KSRTCയിലാണ് പോകാറുള്ളത്. പലപ്പോഴും KSRTC കിട്ടിയാൽ KSRTC പോകും, പ്രൈവറ്റ് ബസ്സിലും പോകാറുണ്ട്, രണ്ടിലും പോകാറുണ്ട്. പക്ഷേ KSRTC പോകുമ്പോൾ നല്ല സുഖമാണ്, നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരുന്ന് പോകാനൊക്കെ. കോയമ്പത്തൂരിലോട്ടൊക്കെ നമ്മളിപ്പോൾ കണ്ണിന് കാണിക്കാനൊക്കെ പോകുമ്പോൾ ഒക്കെ KSRTCയിലാണ് പോകാം. ഇതൊരു വിനോദയാത്ര എന്നുള്ളതിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പലപ്പോഴും എല്ലാ യാത്രകളെയും ഒരു വിനോദയാത്രയാക്കി മാറ്റാറാണ്. അപ്പോൾ യാത്ര കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. പണ്ട് ഞാൻ സൈക്കോളജി ചെയ്തപ്പോൾ അതിൻ്റെ ഒരു എക്സാം എഴുതാൻ വേണ്ടിയാണ് പോയത്. അന്ന് കോട്ടയത്തെക്കുറിച്ച് അറിയാനൊന്നും പറ്റിയിട്ടില്ല. ഈ യാത്ര കോട്ടയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. നല്ല മനുഷ്യന്മാരാണ് കോട്ടയത്തുകാരെന്നാണ്. കോട്ടയത്തുള്ള ഒരുപാട് സ്റ്റാഫുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ എൻജോയബിളാണ്, വളരെ ആക്റ്റീവാണ്, അല്ലേ? രോഗിയോടൊക്കെ നന്നായി പെരുമാറുന്ന സ്റ്റാഫുകളാണ്. അവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ആ ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു കൾച്ചർ കിട്ടിയിട്ടുണ്ട്. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റർമാർ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും കോട്ടയത്ത് നിന്നുള്ളവരായിരുന്നു. നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊന്നും അധികമല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും അതായിക്കഴിഞ്ഞു. എല്ലാവരും വിദ്യാഭ്യാസ മേഖലയൊക്കെ വളരെ മുന്നോട്ട് വന്നു ഒക്കെയാണ്. അപ്പോൾ കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ ഒരു തുടക്ക കേന്ദ്രം എന്ന നിലയിൽ കോട്ടയത്തിന് വല്ലാത്തൊരു പൈതൃകമുണ്ട്. അപ്പോൾ നമ്മൾ താമരശ്ശേരിയൊക്കെ പോയി കഴിഞ്ഞാലും അവിടെ നിന്നൊക്കെ ആൾക്കാർ പറയും, പണ്ട് കോട്ടയത്ത് നിന്ന് കുറേ ആൾക്കാർ വന്നുകൊണ്ട് നമ്മുടെ നാട് രക്ഷപ്പെട്ടു എന്ന് പറയും. അവർ കൃഷി ചെയ്യും, അവരവിടെ കൃഷി ചെയ്തും തേനീച്ച വളർത്തിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങിയൊക്കെ നവോത്ഥാനങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ ഈ ഏരിയകളിലൊക്കെ തന്നെ ഒരു ഫലഭൂഷ്ടി ഉണ്ടാക്കിയെടുത്തൊരു ജനതയാണ് കോട്ടയത്തുകാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്കതിന് ഒരുപാട് നല്ലൊരു എനർജി, നമുക്ക് മനുഷ്യർ നൽകുന്ന അനുഭവങ്ങളാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്കത് ഇമ്പാക്റ്റായി ചെയ്യാം. എല്ലായിടത്തും നല്ല മനുഷ്യന്മാരാണ്. ഈ മലപ്പുറം ജില്ലയിലൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ്, ഒരു കുഴപ്പമില്ല. കുറച്ച് മനുഷ്യന്മാർ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ആ വ്യക്തിയുടെ പേരിലൊരു നാടിനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു സമൂഹത്തിലൊരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നതിന് ആ സമൂഹത്തെക്കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതൊക്കെ തെറ്റാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ KSRTCയിലാണ് യാത്ര ചെയ്യുന്നത്. നിലമ്പൂരിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മ്യൂസിക് സിസ്റ്റമൊക്കെ റെഡി സെറ്റ്. ഞാൻ പറഞ്ഞു അവിടെ മ്യൂസിക് സിസ്റ്റം എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഏതായാലും വണ്ടിയിൽ പോയി അവിടെ കൊടുത്ത് എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ ആ യാത്ര മാക്സിമം നമുക്ക് മെമ്മറബിൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ. നമുക്കൊരുപാട് പുതിയ പുതിയ സൗഹൃദങ്ങൾ അവിടെ നിന്ന് ലഭിക്കും. പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അനുഭൂതികൾ കിട്ടും. ഞാനിന്ന് അതിൻ്റെ ഓരോ ലൊക്കേഷനെ കുറിച്ചൊക്കെ ഒന്ന് വീഡിയോയിലൊക്കെ കണ്ടു നോക്കി. അങ്ങനെ വീഡിയോയിൽ നമുക്ക് കാണാം. നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പലതും കാണാം. ഇപ്പോൾ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ പ്രകൃതി രമണീയമായ അന്തരീക്ഷം, കോട്ടയത്തിൻ്റെ ഒരു സൗന്ദര്യം എത്രയേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ആ വീഡിയോ കണ്ടപ്പോഴാണ്. മനസ്സിലായില്ലേ? പിന്നെ കോട്ടയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് ചർച്ചുകളും അമ്പലങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം എന്നുള്ളതാണ്. കാരണം ചർച്ചുകളും അമ്പലങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്ന് പറയുമ്പം, പള്ളികളും ഒക്കെ ഒരുപാടുണ്ട് എന്ന് പറയുമ്പം തന്നെ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവഭക്തിയും കീർത്തനങ്ങളും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഫീലിങ്ങിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഉറവിടങ്ങളാണ് ഈ ചർച്ചുകളും അമ്പലങ്ങളും പള്ളികളും എന്നൊക്കെ പറയുന്നത്. കാരണം അതൊക്കെ നമുക്ക് നൽകുന്നൊരു എനർജി ഭയങ്കര വലുതാണ്. ആൾക്കാർ പറയുന്നതൊന്നും കേൾക്കണ്ട. ആൾക്കാർ ഈ ചർച്ച ചെയ്യുന്നതും പല അഭിപ്രായങ്ങളും പല ഒപ്പീനിയൻസൊന്നും പറയുന്നത് കേൾക്കണ്ട. അതൊന്നും യാഥാർത്ഥ്യങ്ങളേ അല്ല. അമ്പലങ്ങളിൽ പോകണവനും പള്ളികളിൽ പോകണവനും ചർച്ചകളിൽ പോകുന്നവനും ഒക്കെ കിട്ടുന്നത് സ്വസ്ഥതയും സന്തോഷമൊക്കെ തന്നെയാണ്. ഒക്കെ വെറുതെ അങ്ങോട്ട് അടിച്ചു വിടുക. ആൾക്കാർ പല വേഷങ്ങൾ ധരിച്ചും വസ്ത്രങ്ങൾ ധരിച്ചും ഹരേ കൃഷ്ണ ഹരേ രാമ ജപിച്ചും ദൈവമാണ് വലിയവൻ എന്ന് അറബിയിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു വരുന്നവരും ഈശോയ്ക്ക് സ്തുതിയായിരിക്കുമെന്ന് പറയുന്നവരൊക്കെ അവരുടെ ആ വിശ്വാസത്തിലൂടെ ശാന്തി കിട്ടുന്നവർ തന്നെയാണ്. നമ്മൾ വിചാരിക്കും പോലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിലുള്ളതൊന്നും ശാന്തിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് വളരെ തെറ്റാണ്. ഞാൻ കൂടെ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ എല്ലാ ആൾക്കാരെയും കാണുമ്പോൾ അവരിലൊക്കെ ശാന്തിയും സമാധാനവും കാണാറുണ്ട്.
നമ്മൾ വിചാരിക്കും ഇങ്ങനെ മറിച്ചിരുന്നവർക്ക് ശാന്തിയില്ല. ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ ധരിച്ചിരുന്നവരെ കാണാറുള്ളത്. ഓരോ മുഖം ഇങ്ങനെ കാണിച്ച് പുറത്ത് കാണിച്ച് നടക്കുന്നതാണ് സമാധാനം നമ്മൾ വിചാരിക്കുന്നത്. അത് പുറത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഭംഗി, ആന്തരികമായ ഭംഗി എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും ആസ്വദിക്കുന്നതാണ്. ഞാനൊന്നും പറയാനല്ല, അങ്ങനത്തെയൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ ചർച്ചകൾ. അതുകൊണ്ടൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചു. വളരെ മനോഹരമായ സ്ഥലം. പിന്നെ മലങ്കര ഡാമിലേക്കാണ് പിന്നെ പോകുന്നത്. അവിടെ പോകുമ്പോൾ അവിടെക്കുറിച്ച് കുറേ അറിഞ്ഞു. അവിടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ ഫോൺ ഉപയോഗിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാത്തിനും പ്ലാനുകളാണ് നമ്മൾ തയ്യാറാക്കുക. അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഫോണാണ് ഉപയോഗിക്കുക. 2 ഫോൺ ഉണ്ടല്ലോ, അപ്പോൾ ഉപയോഗിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയും. ഇലവിഴ പൂഞ്ചിറ പറഞ്ഞപ്പോൾ ഞാൻ ആ പൂഞ്ചിറ അതിൻ്റെ പേരിൽ സിനിമ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടുത്തെ ഡോക്ടർ അനീസനോട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ സിനിമ കണ്ടു. ഇൻറ്റു 2 സ്പീഡിൽ പെട്ടെന്ന് കണ്ടു തീർന്നു. പക്ഷെ നല്ലൊരു ഫിലിമായിരുന്നു, നല്ലൊരു സോഷ്യൽ മെസ്സേജ് നൽകിയൊരു ഫിലിമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ആ ഫിലിം കണ്ടപ്പോൾ അതൊരു ദുഷ്കരമായിട്ട് ഹോറബിളായിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചത്. എന്തായാലും നല്ലൊരു ഫിറ്റ്നസ് ടൂർ കൂടിയാണ്. അത്യാവശ്യം ഇനിയിപ്പോൾ നാളെ ഞാൻ എക്സസൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. രാവിലെ ഇവിടുന്ന് പുറപ്പെടണം, ഇന്ന് പോയി കിടന്നുറങ്ങണം. ഇന്നൊരു കുറച്ച് വീഡിയോസ് മുമ്പ് ഉണ്ടാക്കിയതൊക്കെ വേഗം എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ച് വലിയൊരു ടാസ്കുകൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾ എന്ത് വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് വന്നാലും അതിനെ ഈസി ആക്കാൻ നമ്മൾ പഠിച്ചത്, മനസ്സിലായില്ലേ? എന്ത് വലിയ പ്രതിസന്ധി വന്നാലും അവിടെ സമാധാനം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഉടൻ തന്നെ ആരംഭിക്കും. കാത്തിരിക്കുക സുഖമാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഹാപ്പിനെസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. ഒരു യാത്രക്ക് മുമ്പേ നമ്മൾ ഹാപ്പിനെസ്സിൻ്റെ ടാങ്ക് ഫില്ല് ചെയ്ത് വെക്കണം. ഈ ഫില്ല് ചെയ്ത ടാങ്ക് നിന്നായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതും ഒരു പ്രകൃതി ആസ്വദിക്കും നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ ഈ ടാങ്ക് നിന്നായിരിക്കണം. മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ അത് മാറ്റി വെക്കണം. പണ്ട് ശ്രീബുദ്ധന് വനാന്തരങ്ങളിലേക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഒരു വിനോദയാത്രയാണ് പോയത്. ആ സന്തോഷത്തിലൂടെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന വലിയൊരു ആദർശം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതന്നു. ഈ നിമിഷം നമ്മൾ ആ ടൂർ പോകുന്ന നമ്മൾ അനുഭവിക്കുന്ന ആ ഓരോ നിമിഷവും നമ്മൾ മാക്സിമം ഒരു എനർജിയായിട്ട് നമ്മളെ ഉള്ളിലേക്ക് നമ്മളത് ശേഖരിച്ച് വെക്കണം. അതെന്നാണല്ലോ ചില വ്യക്തികളൊക്കെ കാണുമ്പം ആ ഒരു നിമിഷമായിരിക്കും നമ്മൾ കാണുന്നത്. ഒരു നിമിഷം കാണാൻ വേണ്ടിയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്. വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാളെ ഒരു നിമിഷം കാണുമ്പം നമുക്കുണ്ടാകും. നമ്മൾ മുമ്പ് പോയ ഏതെങ്കിലും സുഹൃത്തൊക്കെ പെട്ടെന്നൊരു നിമിഷം കാണുമ്പം അതൊരു വല്ലാത്തൊരു ഫീലിംഗാണ് നമുക്ക് നൽകുക. ആ ഫീലിംഗ് നമ്മളെ സന്തോഷത്തിൻ്റെ കലവറകളെ കണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമുക്ക് എന്താ കിട്ടുക എന്നറിയാം. അതിങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ യാത്രയിലും ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. പടച്ചവൻ കരഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങൾ, കുറച്ച് സമയം ഇടപഴകുന്ന അനുഭവങ്ങൾ, അത് പുതിയ സുഹൃത്തുക്കൾ, പുതിയ സ്നേഹബന്ധങ്ങൾ, പുതിയ നാടിനെക്കുറിച്ചുള്ള അറിവുകൾ, അങ്ങനത്തെ പലതും ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്തായാലും ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മനസ്സ് സെറ്റാക്കുകയാണ്. ഇനി കിടന്നുറങ്ങണം, നന്നായിട്ട് ഉറങ്ങണം. ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു യാത്രയും ആസ്വദിക്കാൻ നമ്മുടെ തലച്ചോറ് അനുവദിക്കില്ല. അവിടെ ഒരു മൂടൽമഞ്ഞുണ്ടാവും. നമുക്ക് പ്രകൃതിയുടെ മൂടൽമഞ്ഞാണ് ആകർഷിക്കുന്നത്. നമ്മുടെ തലച്ചോറിൽ മൂടൽമഞ്ഞ് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, ബൈ.